നിങ്ങൾ തോറ്റോടിയ വസന്ത്? അന്തം വിട്ട മന്ദൻ എന്തും ചെയ്യും എന്ന കണക്കിനാണ് ഇന്ന് നിയമസഭയിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ മൂവ്മെൻറ്റുകളും ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ഈ നിയമസഭയിലെ ചട്ടങ്ങൾ, രേഖകൾ, ഇതൊക്കെ ഞാൻ വേണോ ഡോക്ടർ ഗോപനെ പഠിപ്പിക്കാൻ? റൂൾ 285 ശ്രീ സുരേഷിനെ പഠിപ്പിക്കാൻ റൂൾ 285. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ആളാണ്, ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. റൂൾ 285 എന്താ? ഒരു നിയമസഭയ്ക്കുള്ളിൽ ഒരു വ്യക്തിയെപ്പറ്റി, ആ സഭയുടെ അംഗമല്ലാത്തൊരു വ്യക്തിയെപ്പറ്റി അധിക്ഷേപകരമായോ ഡിഫമേറ്ററി ആയോ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നെങ്കിൽ അതിന് ഒന്ന് മുൻകൂട്ടി നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് സ്പീക്കറിന്റെ ഹൗസ് അംഗീകരിക്കണം. അപ്പോൾ സോണിയാഗാന്ധിയെ പറ്റി അങ്ങനെ ഒരു അധിക്ഷേപകരമായ പരാമർശവുമായി ഭരണപക്ഷത്തെ ബെഞ്ച് കടന്നു വരുമ്പോൾ അതിന് ഈ പറയുന്ന നിയമസഭാ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞങ്ങൾ ഇന്ന് സ്പീക്കറിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അടിയന്തര പ്രമേയം കിട്ടിയാൽ ഞങ്ങൾ അങ്ങ് ചർച്ച ചെയ്ത് പൊലിപ്പിച്ചാണ് എന്ന കണക്കിനാണല്ലോ ഇവരുടെ വാദം. എന്തുകൊണ്ടാണ് നോട്ടീസ് കൊടുക്കാത്തത്? സോണിയാഗാന്ധിയാണല്ലോ നിങ്ങളുടെ വിഷയം. റൂൾ 50 ഭരണപക്ഷത്തെ ബെഞ്ചിനും കൊടുക്കാം സാർ. ട്രഷറി ബെഞ്ചിൽ നിന്നും ആരെങ്കിലും കൊണ്ട് റൂൾ 50 കൊടുത്താൽ അടിയന്തര പ്രമേയം സഭയിൽ ചർച്ച ചെയ്യും. അതാണ് നിയമം. കൊടുക്കാൻ പറ. നാളെ ചർച്ച ചെയ്യട്ടെ സോണിയാഗാന്ധിയെ പറ്റി, അല്ലെ അടുത്ത ദിവസം ചർച്ച ചെയ്യട്ടെ. ഇനി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് അവരുടെ അല്ല, അവർക്ക് സോണിയാഗാന്ധിയെ പറ്റി ചർച്ച ചെയ്യട്ടെ. ഇനി ഞങ്ങൾ എന്തുകൊണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട റൂൾ 50 മൂവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ കൃത്യമായ റൂൾ 50 കൊടുത്താൽ ഇവർ തള്ളിക്കളഞ്ഞില്ലേ? അന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് കേരളത്തിലെ പൊതുമനസാക്ഷിക്ക് മുഴുവൻ അറിയാം. ഇന്ന് അരിയാഹാരം കഴിക്കുന്നവരോടോ നഴ്സറി സ്കൂളിൽ പോകുന്ന കുട്ടികളോടോ നമ്മൾ ചെയ്തിട്ട് സ്വർണം കട്ടത് ആരപ്പ എന്ന് ചോദിച്ചാൽ അവർ തിരിച്ചു പാടും, സഹാക്കളാണ് അയ്യപ്പ. പക്ഷേ വി ശിവൻകുട്ടി പാടിയത് കോൺഗ്രസ്സുകാരാണ് അയ്യപ്പ. ആ കോൺഗ്രസ്സുകാരിൽ ആരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇന്ന് 3 പേരാണ് ഈ പൊളിറ്റിക്കൽ 6-7 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജുഡീഷ്യൽ റിമാൻഡിൽ കിടക്കുന്നതിൽ 3 പേരാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട 3 പേർ ആരാവുന്നു? ഒന്ന് ഇവരുടെ ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ള പത്മകുമാർ. 2 പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ മുൻ മെമ്പറും സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റുമായിട്ടുള്ള വിജയകുമാർ. 3ാമത്തത് കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള എൻ വാസു. ഇവരാരും CPIM-കാരനല്ലേ? ഇവരാരും ഞങ്ങളുടെ DCC പ്രസിഡന്റോ DCC മെമ്പറോ ACC മെമ്പറോ ഒന്നുമല്ലല്ലോ. ഇനി ഈ സുരേഷ് കുമാർ അടക്കമുള്ളവർ എല്ലാ കാലത്തും പറയുന്നുണ്ട് ഇതാ സുരക്ഷാ ഭേദികളെ എല്ലാം അതിലംഘിച്ച് ചാടിക്കടന്ന് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിയേ. ഞാനൊരു കാര്യം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പറയാം. എന്താ സോണിയാഗാന്ധിയുടെ സുരക്ഷയുടെ കാറ്റഗറി? അതും അത് Z+ കാറ്റഗറിയാണ്. എന്താ സഖാവ് പിണറായി വിജയന്റെ സുരക്ഷയുടെ കാറ്റഗറി? അതും Z+ കാറ്റഗറിയാണ്. എന്നാൽ സോണിയാഗാന്ധി കടക്ക് പുറത്ത് മാറി നിൽക്കും അങ്ങോട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഈ സോണിയാഗാന്ധിയുടെ ചുറ്റും ഒരു ലെയർ സൃഷ്ടിച്ചിട്ടില്ല, അത് മനസ്സിലാക്കണം. എന്നാൽ പിണറായി വിജയന്റെ അടുത്ത് ഈ Z+ കാറ്റഗറിക്ക് അപ്പുറത്ത് മൈക്കുമായി വരുന്നവന്റെ മൈക്ക് തട്ടിമാറ്റിയും കൂടെ നടക്കുന്ന സഖാക്കളോട് അധികം അകത്തേക്ക് വരണ്ട, ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയുമൊക്കെ അയാൾ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു വലയമുണ്ട്, അദൃശ്യമായ സുരക്ഷാ വലയമുണ്ട്. അതിനെ കൂടെ ഛേദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോലീസിന്റെ വിജിലൻസ് റിപ്പോർട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ 2019 ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ആര് പങ്കെടുക്കുന്നത്? ഈ പോറ്റി പങ്കെടുക്കുന്നത്. അത് ഏത് ഉദ്ഘാടനമായിക്കോട്ടെ, ഏത് സ്പോൺസർഷിപ്പും ആയിക്കോട്ടെ, പബ്ലിക് ഫംഗ്ഷൻ ശേഷം കണ്ടോ ഇല്ലയോ എന്നറിയില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കണ്ടോ ഇല്ലയോ എന്നറിയില്ലെങ്കിൽ കണ്ടു എന്നും ഇല്ല എന്നും ആരോപണം. അല്ല, കണ്ടു എന്നതും അതിൻ്റെ അകത്തുണ്ടല്ലോ. ഇനി ഞാൻ ഇതിലൊരു ക്രോണോളജിയുടെ പ്രശ്നമുണ്ട് മാധു. എന്താണ്? സോണിയാഗാന്ധിയെ കാണുമ്പോൾ പോറ്റി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ഇറക്കപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരം വിജിലൻസിന്റെയോ മറ്റെന്തെങ്കിലും റിപ്പോർട്ടുകളോ മേശപ്പുറത്തുള്ള ആളല്ല. പോറ്റി ശബരിമലയിലെ ഒരു പോറ്റിയാണ്. സ്വാഭാവികമായും നേരത്തെ നമ്മൾ പറഞ്ഞ അവിടെയുള്ള ഈ പറയുന്ന തന്ത്രി വിഭാഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോറ്റിമാരുമായി ബന്ധപ്പെട്ട് വൈദിക ശ്രേണിയുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട്. അവരൊരു പെർമിഷൻ ചോദിച്ചാൽ, പ്രത്യേകിച്ച് ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ്. അവിടെ നിന്നൊരു പോറ്റി എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലായിരിക്കും പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷേ 2019 ശേഷം മുഖ്യമന്ത്രിയുടെ കൂടെ ഈ പബ്ലിക് ഫംഗ്ഷനോ പ്രൈവറ്റ് ഫംഗ്ഷനോ ആയിക്കോട്ടെ, അവിടെ വരുമ്പോൾ ഇതേ ആഭ്യന്തരം കൈകാര്യം ചെയ്ത ഇതേ മുഖ്യമന്ത്രിയുടെ വിജിലൻസിന്റെ റിപ്പോർട്ടില്ലേ, വിജിലൻസിന്റെയും ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിന്റെയും അടക്കമുള്ള റിപ്പോർട്ട് ഇവരുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. അപ്പൊ അതിനെല്ലാം അതിലംഘിച്ചുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ പോകാൻ പറ്റിയത്? ഒരു കാര്യം കൂടി, ഒരു 10 സെക്കൻഡ്. സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് പോറ്റി പോയത്, അല്ലാതെ പോറ്റിയുടെ വീട്ടിലല്ല സോണിയാഗാന്ധി പോയത്. കടകംപള്ളി 2 തവണ പോറ്റിയുടെ വീട്ടിലേക്കാണ് പോയത്. അതുകൂടി പഠിക്കേണ്ടതാണ്. ശരി.